ദഹിപ്പിക്കണം എന്നെ അശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുകയും ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ ഉള്ളം കരത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന പരമപിതാവേ, തിരുവചനത്തിൻ്റെ മുമ്പിൽ വെറും മണ്ണാണ് ഞങ്ങളെന്നുള്ള ബോധ്യത്തോടെ അടിയങ്ങളുടെ ബലഹീനതയും കുറവുകളും തിരുവചനം ഞങ്ങൾക്ക് തെളിയിച്ചു തരും എന്നുള്ള ബോധ്യത്തോടുകൂടെ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ ഈ സമയം നമ്രശിരസ്കരാകുന്നു. ബലഹീനതയുള്ള അടിയൻ്റെ കരങ്ങൾ കൊണ്ട് നാവുകനുണ്ട്. അഗ്നിസമാനമായ അവിടുത്തെ തിരുവചനത്തെ തൊടാൻ യോഗ്യതയില്ലെങ്കിലും ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് അടിയനെ ബലപ്പെടുത്തണമേ. ഓൺലൈൻ സാധ്യതകളുടെ മുൻപിലും പരിശുദ്ധ പരിമല പുണ്യവാന്റെ കബറിടത്തിൻ്റെ സുഗന്ധമൂറുന്ന ഈ സ്ഥലത്തും ദൈവമേ, താല്പര്യത്തോട് തിരുവചനം ശ്രവിക്കുന്നവരുടെ മേൽ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനത്തിൽ നിന്ന് ഞങ്ങളെ ഗ്രഹിപ്പിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധ റൂഹായുടെയും കൃപയാൽ തന്നെ. ആമീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ MC കുര്യാക്കോസ് അച്ഛൻ, ഈ ഓൺലൈനിലും ദൈവാലയത്തിലും ശ്രദ്ധയോടെ തിരുവചനത്തെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുമേ, ഗ്രിഗോറിയൻ TV-യിൽ കൂടെയും അല്ലാതെയും ദൈവവചനത്തെ ധ്യാനിക്കുവാൻ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ഈ കാലത്ത് ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഒരു പ്രാവശ്യം കൂടെ പരിശുദ്ധ പരിമല പുണ്യവാന്റെ സാന്നിധ്യത്തിൽ ദൈവകൃപയുടെ തണലിൽ തിരുവചനവുമായി നിൽപ്പാൻ ദൈവം തന്ന കൃപയ്ക്ക് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വന്ദനായ MC കുര്യാക്കോസ് അച്ഛൻ്റെ ശക്തമായ നേതൃത്വത്തെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ ചക്രവാളത്തിൻ്റെ സീമയിൽ എവിടെയൊക്കെയോ തിരിതെളിഞ്ഞു തുടങ്ങിയ ഒരു കാലം ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ നാം കാണുന്നുണ്ട്. ഇരുള് ഘനം വെച്ച ഒരു അന്തരീക്ഷത്തെ മെല്ലെ കാർമേഘം ഒഴിഞ്ഞു പോകുന്നുവോ എന്നൊരു തോന്നൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ നാളുകളിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ദൈവം അതിനെ കൂടുതൽ പ്രകാശമാനമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ഓർമ്മകളുടെയും ഓർമ്മിപ്പിക്കലുകളുടെയും പുസ്തകമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം മുറിവുകളുടെയും മുറിപ്പെടുത്തലുകളുടെയും പുസ്തകമാണ്. ലോകത്ത് ഇതുപോലെ ഒരു പുസ്തകമുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരും. ഓർമ്മകളുടെയും ഓർമ്മിപ്പിക്കലുകളുടെയും പുസ്തകമാണല്ലോ ദൈവവചനം. മുറിവുകളുടെയും മുറിപ്പെടുത്തലുകളുടെയും പുസ്തകമാണല്ലോ ദൈവവചനം. ഇന്ന് പകൽ എൻ്റെ പ്രിയപ്പെട്ടവരോട്, എൻ്റെ ശ്രോതാക്കളോട്, താല്പര്യത്തോടെ തിരുവചനത്തെ സമീപിക്കുന്നവരോട് ചില ജീവിതങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇരുന്നുപോയ ചില ജീവിതങ്ങളുണ്ട്. പ്രത്യേകിച്ചും ലോകത്തെ കീഴ്മേൽ മറിച്ച, ലോകത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെയും ആരോഗ്യ മേഖലയും ലോകത്തിൻ്റെ സങ്കല്പങ്ങളെയും കീഴ്മേൽ മറിച്ച ഒരു കറുത്ത കാലത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഇരുന്നുപോയ ജീവിതങ്ങൾ ധാരാളമാണ്, വീണുപോയ ജീവിതങ്ങൾ ധാരാളമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇരുന്നുപോയ ജീവിതങ്ങളോട് ചോദിക്കുന്ന ചില ചോദ്യം ഇന്ന് നമുക്ക് ഒരുമിച്ച് അല്പനേരം ചിന്തിച്ചുകൂടെ? ഒന്ന്, എഴുന്നേൽക്കുമോ? ഇതാണ് ഇന്ന് പകലിൻ്റെ ചിന്ത. വീണുപോയ ജീവിതങ്ങളോട്, ഇരുന്നുപോയ ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്ന ഒരു ചോദ്യം, ഒന്ന്, എഴുന്നേൽക്കുമോ? ഇന്ന് പകലിൻ്റെ വിചാരങ്ങൾ ഇങ്ങനെ തെളിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചോദ്യം, ഒന്ന്, എഴുന്നേൽക്കുമോ? ഒന്ന്, എഴുന്നേൽക്കുമോ എന്നൊരു ചോദ്യം ദൈവവചനം ഉയർത്തുന്നു. അത് ഈ കാലഘട്ടത്തിന്, വർത്തമാനകാലത്തിന് വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഈ ഉള്ളവൻ ഈ ചിന്തകളെ കൂട്ടുപിടിക്കുന്നത്. വേദപുസ്തകത്തിൽ 3 ഓർമ്മപ്പെടുത്തലുകളുണ്ട്, 3 ചോദ്യങ്ങൾ. ഒന്ന്, എഴുന്നേൽക്കുമോ?
എഴുന്നേൽക്കാനുള്ള 3 ആഹ്വാനങ്ങൾ. അതാണ് ഇന്നത്തെ ചില ചിന്തകൾ ബലപ്പെടേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3 ചോദ്യമാണ് ഞാൻ നിങ്ങളോട് പറയുക. 1 പഴയ നിയമത്തിൽ നിന്നാണ്. എഴുന്നേൽക്കാമോ എന്നൊരു ചോദ്യം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 5, 6, 7 വാക്യങ്ങളിൽ നിന്നാണ്. എഴുന്നേൽക്കുമോ? വാക്യം ഇങ്ങനെയാണ്: ഏലിയാവ്, തിശ്ബ്യനായ ഏലിയാവ്, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത കഥകൾ തീർത്ത, ചോരപ്പാടുകൾ വീഴ്ത്തിയ ആഹാബ് രാജാവിൻ്റെയും അയാളുടെ പ്രിയപത്നി ക്രൂരയായ ഇസബേലിൻ്റെയും ഭീഷണിക്ക് മുമ്പിൽ, 24 മണിക്കൂറിനകം നിന്നെ തട്ടിക്കളയുമെന്നുള്ള ഭീഷണിക്ക് മുമ്പിൽ, നമുക്കേറെ പരിചിതമായ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് തളർന്നുറങ്ങുന്ന ഒരു മീനമാസത്തിന്റെ മധ്യാഹ്ന നിമിഷങ്ങളിൽ വളരെ വിഷണ്ണനായി കിടക്കുന്ന ഏലിയാവിനോട് സ്വർഗം ചോദിക്കുന്നൊരു ചോദ്യമാണ്: എൻ്റെ കുഞ്ഞേ, എഴുന്നേൽക്കാമോ? അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി, നീ എഴുന്നേറ്റ് തിന്നുക. അവൻ തിന്നുകുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. എത്രയോ പരിചിതമാണിത്. പിന്നെയും 2-ാം പ്രാവശ്യവും ദൂതൻ അവനെ തട്ടി, എഴുന്നേൽക്കൂ. ഈ പരിചിതമായ വേദഭാഗം എൻ്റെ ശ്രോതാക്കളുടെ കണ്ണിന്റെ മുൻപിലേക്ക്, മനസ്സിന്റെ ജാലകങ്ങളുടെ മുൻപിലേക്ക് ഞാനൊന്ന് പതിപ്പിച്ചോട്ടെ. ധീരനായ ഏലിയാവിനോട്, കൂർമ്മബുദ്ധിയായ ഏലിയാവിനോട്, അഗ്നിയുടെ പ്രവാചകനായ ഏലിയാവിനോട് ദൈവം ചോദിക്കുന്നു: എഴുന്നേൽക്കുമോ? 1-ാമത്തെ ചോദ്യം ഇതാണ്: എഴുന്നേൽക്കണം. ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക് എഴുന്നേൽക്കുമോ? ഇത് വിഷാദത്തിന്റെ കാലമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഉള്ളിൽ 230% മനോരോഗികളുടെ എണ്ണം വർദ്ധിച്ചത്. നാം കണ്ടുമുട്ടുന്ന നടവഴികളിൽ, നാം ശ്രദ്ധിക്കുന്ന മനുഷ്യമുഖങ്ങളിൽ ചിരി കളഞ്ഞു പോയിരിക്കുന്നു. ഇത് വിഷാദത്തിന്റെ കാലമാണ്. ഡിപ്രഷൻ എന്ന വാക്ക്, കൗൺസിലേഴ്സിന്റെ മുറിയുടെ മുൻപിൽ ക്യൂ നിൽക്കുന്ന പുത്തൻ യുവത്വം. വിഷാദങ്ങളിൽ വീണുപോയ എന്നെ ഇവിടെ കേൾക്കുന്നവർ മാസ്ക് ധരിച്ചാണ് ഇരിക്കുന്നത്. എന്നെ മൊബൈലിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കാണുന്നവർക്ക് ഒരു പക്ഷേ മാസ്ക് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ പ്രിയ ചങ്ങാതി, ഞാൻ ഒന്ന് പറയട്ടെ, എൻ്റെയും താങ്കളുടെയും ചുണ്ടിൽ നിന്ന് ചിരി കളഞ്ഞു പോയൊരു കാലമാണ്. ഏലിയാവ് എത്ര വലിയ മനുഷ്യനാണ്! കർമ്മേലിൽ ആകാശത്ത് നിന്ന് തീയിറക്കിയവൻ, ചാരം കണക്കെ ബർശബ മരുഭൂമിയിൽ കാക്കയെപ്പോലെ കരഞ്ഞു വിളിച്ചു. കരീത്ത് തോട്ടിനരികെ ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ച അപ്പവും ഇറച്ചിയും കൃത്യമായി കൊടുത്ത ഒരു കാക്കയുണ്ട് ഏലിയാവിന്റെ ജീവിതത്തിൽ. സരേഫാത്തിലെ വിധവയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു കഥയുണ്ട് ഏലിയാവിന്റെ ജീവിതത്തിൽ. ആ ഏലിയാവ് ജീവിതത്തിന്റെ കറുത്ത മഴ പെയ്യുന്നൊരു പകലിൽ ചൂരച്ചെടിയുടെ തണലിൽ വലിയ ഡിപ്രഷനിലാണ്. ഉറങ്ങുകയാണ് അതോ മയങ്ങുകയാണോ? എന്തായിരുന്നാലും ഒന്ന് വിളിക്കാം, ഇത് ഡിപ്രസ്ഡ് സ്ലീപ്പാണ്. കരീത്തിൽ കാക്കയാൽ കരുതപ്പെട്ടവൻ കാക്കയെ പോലെ കരഞ്ഞു വിളിച്ചെനിക്ക് മരിച്ചാൽ മതി, ആത്മഹത്യയെക്കുറിച്ച് മരണം ആഗ്രഹിക്കുന്ന ഏലിയാവ്. ഞാൻ പറയട്ടെ, പരുമലപ്പള്ളിയുടെ ഉള്ളിൽ ഇന്ന് ഈ തൂണും ചാരിയിരിക്കുന്നവർ, അല്ലെങ്കിൽ ഈ സ്ഥലത്തിരിക്കുന്നവർ, ഒരു ഏലിയാവിന്റെ ജീവിതം പോലെയല്ലേ പലപ്പോഴും നമുക്ക്? എന്തിനു ജീവിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ലേ സ്നേഹിത? എനിക്ക് മരിച്ചാൽ മതി, മരണം ആഗ്രഹിക്കുന്ന ഏലിയാവ്. ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. വിഷാദത്തിൽ നിന്ന് വിജയത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എഴുന്നേൽക്കുമോ? ചൂരച്ചെടിയുടെ തണലിൽ മുഴങ്ങിയ ജീവിതം. എന്നെ കേൾക്കുന്നവരെ, അനേകം ക്രൈസ്തവ ഭവനങ്ങൾ ഇന്ന് ചൂരച്ചെടിയുടെ തണലിലാണ്, അല്ലേ? മാന്ദ്യത്തിലാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ സീൻ മരുഭൂമിയിൽ വെച്ച് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
മരുഭൂമി കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു, ആരെങ്കിലും അവിടെ കുഴിച്ചിട്ടേനെ. എന്തിനാണിത്? ജീവിതം എന്തിനാണ്? എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാനും നിങ്ങളും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ജീവിതമെന്ന്. മോശ പോലും ചോദിച്ചു. ജനം മന്നമെടുത്തിട്ട് ഇറച്ചിക്ക് വേണ്ടി കരഞ്ഞപ്പോൾ സംഖ്യാപുസ്തകം 11:5 മോശ പറയുന്നുണ്ട്, എന്റെ ദൈവമേ, ദയ വിചാരിച്ചെന്നെ കൊന്നുകളയണമേ. മരണം ആഗ്രഹിച്ചൊരു മോശയും അവിടെയുണ്ട്. ഇയ്യോബ് 3:11 ശരീരം മുഴുവൻ സോറിയാസിന്റെ മൂത്ത ഇനം വന്ന് ചൊറി മാന്തിക്കൊണ്ടിരിക്കുന്ന ഇയ്യോബ് ജീവിതം മുഴുവൻ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഒരു കരിന്തിരി പോലെ എരിയുമ്പോ ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്താ? ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്റെ പ്രാണൻ പോകാതിരുന്നതെന്ത്? ഇയ്യോബ് പറയുക. എന്നെ കേൾക്കുന്ന ഇയ്യോബേ, എന്നെ കേൾക്കുന്ന മോശേ, എന്നെ കേൾക്കുന്ന ഏലിയാവേ, ഇന്ന് പകല് ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ. എന്നിലും നിങ്ങളിലുമൊക്കെ ഈ മുഖങ്ങളുണ്ട്. യോന ആവണക്കിന്റെ ചുവട്ടിൽ പറയുന്നു, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നല്ലത്. ഈ പുസ്തകത്തിൽ നാം വലിയവരെന്ന് കരുതിയ പലരും ജീവിതത്തിന്റെ ചില നിർണായക നിമിഷങ്ങളിൽ എന്തിനാണ് ജീവിതമെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നാം എത്രമാത്രം ചോദിക്കുന്നു? ഇവരെല്ലാം ഡിപ്രഷനിലാണ്. ഡിപ്രസ്ഡ് സ്ലീപ്പ് ഉണ്ട്. ബൈബിളിൽ 2 തരം ഉറക്കമുണ്ട്. ഏലിയ ഉറങ്ങുകയാണ്. ഒന്ന് ഡിപ്രസ്ഡ് സ്ലീപ്പാണ്, 2 ഡിലേറ്റഡ് സ്ലീപ്പാണ്. നമുക്കുള്ളത് ഏതാണ്? ഉറക്കം വരാത്ത രാത്രികൾ, ഉറക്ക ഗുളികകളെ അഭയം പ്രാപിക്കുന്ന ആധുനിക മനുഷ്യൻ. നോഹ എത്ര വലിയ മനുഷ്യനായിരുന്നു. എന്നാൽ ഉൽപ്പത്തി 9:21 നോഹ വസ്ത്രം മറന്ന് ഉറങ്ങിയില്ലേ? എത്ര വലിയ മനുഷ്യൻ! കുടിച്ച് കോൺ തെറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വീഞ്ഞു കുടിച്ച് വസ്ത്രം മറന്ന് ഉറങ്ങി. ഡിപ്രസ്ഡ് സ്ലീപ്പാ. ഉൽപ്പത്തി 15:12 വലിയ മനുഷ്യനായ അബ്രഹാം ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണപ്പോൾ യാഗം മറന്ന് ഉറങ്ങുന്ന അബ്രഹാമിനെ കാണാം. വലിയവരൊക്കെ ഡിപ്രസ്ഡ് സ്ലീപ്പിൽ വീണിട്ടുണ്ട്. 1 ശമൂവേൽ 3:6 ശമൂവേൽ ബാലൻ ദൈവശബ്ദം എന്തെന്ന് തിരിച്ചറിയാതെ ഉറങ്ങിയില്ലേ? ന്യായാധിപന്മാർ 16:19 വലിയ മനുഷ്യൻ ശിംശോൻ ദലീലയുടെ മടിയിൽ തന്റെ ബലം മറന്ന്, തന്റെ ശക്തി മറന്ന് ഉറങ്ങിയില്ലേ? കപ്പലിന്റെ അടിത്തട്ടിൽ യോന ലക്ഷ്യം മറന്നുറങ്ങിയില്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 20 ഇതുപോലെ ഒരു പ്രസംഗവേദിയിൽ യൂത്തിക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ പള്ളിയുടെ മാളികമുറിയുടെ കിളിവാതിൽ പടിയിൽ കയറി ഇരുന്ന് വചനം മറന്നുറങ്ങിയില്ലേ? സംഭവമൊക്കെ നിങ്ങൾക്കറിയാം. ബൈബിളിൽ ഡിപ്രസ്ഡ് സ്ലീപ്പിങ്ങിന് ധാരാളം ഉണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ ഡിലൈറ്റ് സ്ലീപ്പ് ഉണ്ട്, സന്തോഷമുള്ള പ്രസാദകരമായ ഉറക്കം. ഉത്തമഗീതം 5:2 ശൂലേമിയെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഓ, എന്ത് രസാണത്! വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ, ഞാനോ നിങ്ങളോ ഒരു ഡോർമിറ്ററിയിൽ ഒരു രാത്രി കിടന്നുറങ്ങാണെന്നിരിക്കട്ടെ, 50 പേര് ഉറങ്ങാൻ ഒരു യാത്രയിലാണ്. നമ്മളെ തിരക്ക് ഒരു അതിഥി വരാനുണ്ട്. രാത്രി 10-11 കഴിഞ്ഞിട്ട് വന്നില്ല, നിശ്ചയമായിട്ടും അയാൾ വരും. 50 പേരും ബെഡിൽ ഉറങ്ങാം. നമ്മുടെ അതിഥി വന്നിട്ടില്ല, നമ്മളെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഉറങ്ങാണ്. രാത്രി 12-നോ 1-നോ അതിഥി വാതിലിൽ മുട്ടുമ്പോൾ ഈ ഡോർമിറ്ററിയിൽ കിടക്കുന്ന ബാക്കി 49 പേരും ഉണരില്ല, നിങ്ങൾ മാത്രം ഉണരും. അതിൻ്റെ പേരാണ് ശൂലേമിയുടെ ഉറക്കം. എൻ്റെ പ്രിയന്റെ ശബ്ദം വാതിൽക്കൽ മുട്ടുന്നു, ഡിലൈറ്റ് സ്ലീപ്പ്. ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നുണ്ട്, അനിവാര്യമായ കാരാഗൃഹം, അനിവാര്യമായ മരണവാറണ്ട്, 2 കരങ്ങളിലും വിലങ്ങാണ്. പത്രോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. എത്ര സുന്ദരമായി പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുക. നാളെ പത്രോസിന്റെ മരണത്തിന്റെ മുഴക്കം, നാളെ പത്രോസിന്റെ മരണവാറണ്ടാണ്. 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ബൈബിളിൽ ഇങ്ങനെ 2 തരം സ്ലീപ്പ് ഉണ്ട്, ഉറക്കമുണ്ട്. ഒന്ന് ഡിപ്രസ്ഡ് സ്ലീപ്പ്, ഞാൻ കുറേ ഉദാഹരണം പറഞ്ഞു. 2 ഡിലൈറ്റ് സ്ലീപ്പ്, സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഉറക്കം. നമ്മൾ ഇന്ന് ഡിപ്രസ്ഡ് സ്ലീപ്പിൽ ഏലിയാവിനെ പോലെ. അവിടെയാണ് ദൈവവചനം ചോദിക്കുന്നത്, എൻ്റെ കുഞ്ഞേ ഒന്ന് എഴുന്നേൽക്കുമോ? ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. യോബ്, മോശ, ഏലിയാവ്, ഒത്തിരി പേരുടെ ജീവിതത്തിൽ
ഞാൻ പറയട്ടെ, ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുമോ? ഏലിയാവ് ജീവിതത്തിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ഒരുങ്ങി. റിസൈൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? രാജിവെക്കുക, അല്ലേ? ഞാനിവിടെ നിന്ന് റിസൈൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ രാജിവെക്കാൻ പോകണമെന്നാണ്. എന്നെ കേൾക്കുന്നവര് ആ വാക്കിന്റെ അക്ഷരം ഒന്ന് പറഞ്ഞേ മനസ്സിൽ. രാജിവെക്കുക. RESIGN. റിസൈൻ ചെയ്യാൻ ഒരുങ്ങിയ ഏലിയാവിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഒരു വരയിട്ടു. എവിടെന്നറിയാം? നിങ്ങൾ ഇവിടെ നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ദൈവം വരയിട്ടത് എവിടെന്നറിയാം? ദൈവം തന്റെ പേന കൊണ്ട് ഏലിയാവ് റിസൈൻ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഒരു വരയിട്ടത് ആ വാക്കിന്റെ അടിയിലല്ല, ആ വാക്കിന്റെ മുകളിലല്ല, ആ വാക്കിനകത്താ, ആ വാക്കിന്റെ അക്ഷരങ്ങൾക്കിടയില. ആദ്യത്തെ 2 അക്ഷരം കഴിഞ്ഞ് ദൈവം ഒരു ഹൈഫൻ ഇട്ടു. ബാക്കി എന്നാണ് ആ വാക്കൊന്ന് പറയാമോ? റീസൈൻ. റിസൈൻ എന്നുള്ളതിന്റെ 2 അക്ഷരം കഴിഞ്ഞ് വരയിട്ടാൽ റീസൈൻ. അതിന്റെ അർത്ഥം എന്താ? വീണ്ടും ഒപ്പുവെക്കുക, വീണ്ടും തുടങ്ങുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിഷാദത്തിൽ വീണുപോയ ജീവിതമേ, ഇനി ഇല്ല എന്ന് നിശ്ചയിച്ച ജീവിതമേ, എൻ്റെ ജീവിതം തകർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന മനസ്സേ, ഇനി എനിക്ക് മുൻപോട്ട് വെക്കാൻ വഴികളില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ജീവിതമേ, നീ റിസൈൻ ചെയ്യാൻ ഒരുങ്ങിയാൽ തമ്പുരാന്റെ പേന വെച്ചൊരു വരയിടും. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ഇടത്ത് വീണ്ടും തുടങ്ങുന്നു. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ഒരുപാട് ജീവിതങ്ങൾ വിഷാദത്തിന്റെ കണാക്കയങ്ങളിലാണ്, വിഷാദത്തിന്റെ ചൂരച്ചെടിയിൽ തണലിലാണ്. അവിടെ നിന്ന് ഏലിയാവ് എഴുന്നേറ്റു. ദൈവം തന്റെ പേന കൊണ്ട് വരയിട്ടപ്പോ ഏലിയാവ് എഴുന്നേറ്റ് 40 ദിവസം ഒറ്റ നടത്തയാണ്. ആ നടക്കുന്നതിന് മുമ്പ് അവിടുന്ന് ഒരു അപ്പം കഴിച്ചു, അല്ലേ? എഴുന്നേറ്റ് തിന്നുക എന്നാ പറയുക. ഗെറ്റ് അപ്പ് ആൻഡ് ഈറ്റ്. ഒരപ്പം കഴിച്ചിട്ട് പോകുക. പ്രിയപ്പെട്ടവരെ, ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഞാൻ പറയും 2 അടയുണ്ട്, 2 അപ്പം, 2 ബ്രെഡ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് 17, 18, 19 അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 1 രാജാക്കന്മാരിൽ. ഇപ്പൊ വായിക്കണ്ട. 17-ാം അധ്യായത്തിൽ സാരാഫാത്തിലെ വിധവ, അറിയാലോ പുള്ളിക്കാരിയെ? അവളുടെ കലത്തിൽ അടിയിൽ ഒരു തവി മാവേ ഉണ്ടായിരുന്നുള്ളൂ. അതും തവിയിട്ട് ചുരണ്ടിയാൽ ഒരു തവി മാവ്. അത് വെച്ചൊരപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് മരിക്കാൻ കാത്തിരിക്കുന്ന ഒരു അമ്മയും മോനും ഉണ്ട് ക്ഷാമകാലത്ത്. എന്നാൽ ഏലിയാവ് പറഞ്ഞു, എൻ്റെ മോളെ, എൻ്റെ പെണ്ണെ, നീ പോയി ആ ഒരു തവി മാവ് കൊണ്ട് ഒരട ഉണ്ടാക്കിക്കൊണ്ടുവാ. ബാക്കി നിങ്ങൾക്കറിയാം എന്താ പറ്റിയത്. കലത്തിലെ മാവുലേശം കുറയുകില്ല, നിന്റെ കലശത്തിലെണ്ണ കവിഞ്ഞൊഴുകുകില്ല. അറിയാം നമുക്ക്. ഇന്നലത്തെ അട ഒട്ടുമില്ല, അവസാനിച്ചു എന്ന് തോന്നിയ കലത്തിന്റെ അടിയിൽ നിന്ന്, ആ അടയിൽ നിന്ന്, ആ അപ്പത്തിൽ നിന്ന് ഒരു പുതിയ തുടക്കം ഏലിയാവ് കൊടുത്തെങ്കിൽ 17-ാം അധ്യായത്തിലെ ആ അട മറക്കുന്നൊരു ഏലിയാവിനെ 19-ാം അധ്യായത്തിൽ. എന്നെ ഇന്ന് കേൾക്കുന്ന ദൈവജനമേ, എനിക്കും നിനക്കും, ഈ പാവപ്പെട്ട അച്ഛനും നിങ്ങൾക്കും ഇന്നലത്തെ അടയും ഇന്നത്തെ അടയും ഉണ്ട് കേട്ടോ. ഇന്ന് ആലോചിച്ച് നോക്കിയേ, 2021 നവംബർ മാസം ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ ഇന്നലകളിലെ കണ്ണീർ മഴകൾ, ഇന്നലകളിലെ നൊമ്പരത്തിന്റെ അത്താഴം, അവിടെ ദൈവം കരുതിയ ഒരടയില്ലേ? അവിടെ ദൈവം കരുതിയ അപ്പമില്ലേ? ഏലിയാവിന്റെ 17-ാം അധ്യായത്തിലെ അപ്പം പോലെ ഇന്നലകളിലെ ഭൂതകാലത്തിലെ അപ്പമുണ്ട്. എന്നാൽ 19-ാം അധ്യായമായപ്പോഴേക്കും 17-ാം അധ്യായത്തിലെ അപ്പം മറന്ന് മരിക്കാനൊടുങ്ങുന്ന ഏലിയാവുണ്ട്. എന്നെ കേൾക്കുന്ന ജീവിതമേ, ഇന്നലത്തെ കരുതലിനെ മറന്നിട്ട് ഇനി എനിക്ക് ജീവിക്കണ്ട, എനിക്ക് കഴിഞ്ഞു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ 19-ാം അധ്യായത്തിൽ അത്ഭുതത്തിന്റെ അപ്പവുമായി കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകലൊന്ന് വിശ്വസിക്കാമോ? നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിന് നന്ദി പറയാമോ? നിങ്ങളുടെ ഹൃദയത്തിൽ തമ്പുരാനൊന്ന് പാടാമോ? നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ അപ്പനൊന്ന് സ്തോത്രം പറയാമോ? എനിക്കും നിങ്ങൾക്കും 17-ലെ അടയുമുണ്ട്,
19 അടയുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുക. ഇന്നലകളിലെ അടമറന്ന ഏലിയാവിന് 19 അപ്പം കൊണ്ട് ആ അപ്പം തിന്നിട്ട് 40 ദിവസം പുള്ളി ഒറ്റ നടത്തയാ. അത് കുർബാനയപ്പത്തോട് പിതാക്കന്മാർ സാമ്യപ്പെടുത്താറുണ്ട്. അത് വിശുദ്ധ കുർബാനയപ്പത്തോട് സാമ്യപ്പെടുത്താറുണ്ട്. ഇന്നലത്തെ അടകൾ മറക്കരുതേ, ഇന്നലകളിലെ കരുതലിന്റെ അപ്പം മറക്കരുതേ. നാം അനുഭവിക്കുന്ന പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ നാം വിസ്മരിച്ചു പോകുന്ന അപ്പമാണ്. വിശുദ്ധ കുർബാനയെ കുറിച്ചൊരു ഭക്തൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്തെന്നറിയാമോ? ഒരു ചെറുകാറ്റിൽ പറക്കുമാ ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റടക്കിയോനുണ്ടെന്നറിയുക നേരിൽ. ഇവിടെ ഇരിക്കുന്നവര് എന്നെ ഒന്ന് കേട്ടെ, അല്ലെങ്കിൽ ആ വരിയിലൂടെ നിങ്ങളുടെ ചങ്കൊന്ന് കൊടുക്കണേ. നിങ്ങൾ അവസാനം വിശുദ്ധ കുർബാന അനുഭവിച്ച ദിവസം ഒന്ന് ഓർത്ത് ഇവിടെ ഇരുന്നിട്ട് മറ്റൊന്നും ചിന്തിക്കല്ലേ. നിങ്ങൾ അവസാനം വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ആ മദ്ബഹായുടെ തിരുനടയിലേക്ക് മുന്നിൽ വന്ന് ആ കുർബാന അനുഭവിച്ച നിമിഷം ഒന്ന് ഓർത്ത് ഇനി ഞാൻ പറയണ ആ പാട്ടിന്റെ വരി ഒന്ന് കേട്ടെ. ഒരു ചെറുകാറ്റിൽ പറക്കുമാ ഗോതമ്പപ്പത്തുണ്ടിൽ. എന്താ? നിങ്ങളുടെ അച്ഛൻ ആ ത്രോണോസിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന കുർബാന തന്നില്ലേ? അതിന്റെ വലിപ്പം എന്തുണ്ടായിരുന്നു? ഇത്തിരി മാത്രം. നാം കണ്ടില്ലത് ശരിക്ക്. ഇത്തിരി മാത്രം. അത് ഈ ടേബിൾ ഫാനിന്റെ കാറ്റത്ത് പറന്നു പോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒരു ടേബിൾ ഫാനിന്റെ കാറ്റത്ത് പറന്നു പോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചങ്ങാതി, താങ്കൾ അവസാനമായി അനുഭവിച്ച ആ കുർബാന, ആ ശരീരം. കവി പാടുന്നു, ഭക്തൻ പാടുന്നു, ഒരു ചെറുകാറ്റിൽ പറക്കുമാ ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റടക്കിയോനുണ്ടെന്നറിയുക നേരിൽ. എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊടുങ്കാറ്റുകൾ. നിന്റെ വേദനയുടെ കൊടുങ്കാറ്റ്, എൻ്റെ രോഗത്തിൻ്റെ കൊടുങ്കാറ്റ്, എൻ്റെ കണ്ണീരിൻ്റെ കൊടുങ്കാറ്റ്, എൻ്റെ സങ്കടത്തിൻ്റെ കൊടുങ്കാറ്റ്, എൻ്റെ ജീവിതത്തിൽ ആരും അറിയാത്ത നൊമ്പരങ്ങളുടെ കൊടുങ്കാറ്റ്. എൻ്റെ പൊന്നു സുഹൃത്തേ, ഇതെല്ലാം അടക്കിയ ഒരു തമ്പുരാൻ ആ ചെറിയ കഷണത്തിൽ ഉണർന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് വിശ്വസിക്കാമോ? ഇനി എൻ്റെ പൊന്നു സഹോദര, എൻ്റെ പൊന്നു പിതാവേ, മാതാവേ, താങ്കൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ ഗായക സംഘം അഗ്നിമയന്മാരെ നോക്കി പാടിക്കൊള്ളട്ടെ. എന്നാൽ താങ്കൾ ഈ ഉള്ളവൻ പാടിയ 2 വരികളൊന്ന് ധ്യാനിച്ച്, ദൈവമേ, ഈ ചെറുകഷണത്തിൽ, ഈ ചെറുകാറ്റിൽ പറക്കുന്ന അപ്പത്തുണ്ടിൽ വലിയ കൊടുങ്കാറ്റുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റടക്കാൻ കഴിവുള്ളൊരു ദൈവം, ജീവനുള്ള ദൈവമുണ്ട്. അങ്ങനെയൊന്ന് പാടാമോ? അങ്ങനെയൊന്ന് ധ്യാനിക്കാമോ? അങ്ങനെയെങ്കിൽ ഏലിയാവിൻ്റെ ജീവിതത്തിലെ 17-ാം അധ്യായത്തിലെ അടയെ മറന്നാലും 19-ാം അധ്യായത്തിലൂടെ ജീവിക്കുന്ന അപ്പമുണ്ട്, കാത്തിരിക്കുന്ന അപ്പമുണ്ട്, ജീവൻ നൽകുന്ന അപ്പമുണ്ട്. ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെ പടിയിറക്കം 3 ഡിയാ. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാ. 1, ഡിസപ്പോയിൻമെന്റ്. ഇസബേൽ രാജ്ഞി പറഞ്ഞു, 24 മണിക്കൂറിനകം നിന്നെ സുട്ടിടുമെന്ന് പറഞ്ഞു ഏലിയാവിനെ. ഡിസപ്പോയിൻമെന്റ്, നിരാശ. എന്നാൽ ആ ഡിസപ്പോയിൻമെന്റ് ഏലിയാവിന് കിട്ടിയിട്ട് സന്ധ്യ കഴിഞ്ഞപ്പോൾ ആ ഡിസപ്പോയിൻമെന്റ് ഡിപ്രഷനായിട്ട് മാറി. ഏലിയാവിന് കടന്ന ഉറക്കം വരുന്നില്ല, ഒരു വക കഴിക്കാൻ തോന്നുന്നില്ല. പിറ്റേന്ന് പകൽ ഉച്ചയായപ്പോഴത്തേക്ക് ഇന്നലെ ഉച്ചക്കലത്തെ ഡിസപ്പോയിൻമെന്റ്, ഇന്നലെ രാത്രി ഏലിയാവിന് ഡിപ്രഷനായി. ഇന്നുച്ചയ്ക്ക് ചൂരച്ചെടിയുടെ തണലിൽ കടന്നപ്പോ ഡെത്ത്, എനിക്ക് മരിച്ചാ മതി. 24 മണിക്കൂർ കൊണ്ട് ഏലിയാവ് പടിയിറങ്ങിപ്പോയി. ഡിസപ്പോയിൻമെന്റ്, ഡിപ്രഷൻ, ഡെത്ത്. ഇന്ന് ആധുനിക ഏലിയാവന്മാരുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ? ഡിസപ്പോയിൻമെന്റ് തുടങ്ങും, ഡിപ്രഷനിൽ കൂടെ പോവും, മരണത്തിൽ അവസാനിക്കും. ഇതിനിടയ്ക്ക് കുടുംബജീവിതം നയിക്കുന്നവർക്കാണെങ്കിൽ 1 ഡിയും കൂടെ കയറും, ഇടയ്ക്ക് കയറും, ഡിവോഴ്സ്. എന്നാൽ ഡിസപ്പോയിൻമെന്റിനെ അപ്പോയിൻമെന്റ് ആക്കുന്ന ഒരു തമ്പുരാൻ ചൂരച്ചെടിയുടെ തണലിലുണ്ട്. ഇന്ന് വിശ്വസിച്ചിട്ട് ഈ പരിമലപ്പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. ഡിപ്രഷനെ ഡിലേറ്റ് ആക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട് അല്ലേ? ഡിറ്റാച്ച്മെന്റിനെ അറ്റാച്ച്മെന്റ് ആക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ഇതിന് മറുപടിയുണ്ട്.
ഡിസപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ആക്കുന്ന ഒരു ദൈവം, ഡിപ്രഷനെ ഡിലൈറ്റ് ആക്കുന്ന ഒരു ദൈവം, ഡിറ്റാച്ച്മെന്റിനെ അറ്റാച്ച്മെന്റ് ആക്കുന്ന ഒരു ദൈവം. ഒന്ന് എഴുന്നേൽക്കുമോ ചോദ്യമാണ്. 17 അപ്പവും 17 അടയും 19 അപ്പവും മറന്നു പോകല്ലേ. ഏലിയാവിന്റെ ജീവിതത്തിൽ 2 അപ്പമുണ്ട്. ഒന്നാമത്തെ അപ്പം മറന്നുപോയതാണ് ഏലിയാവിന്റെ പ്രശ്നം. നമ്മുടെ ജീവിതം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വേദനയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ദൈവം ആരാ അവിടെ? ഇന്ന് വാടിയിരിക്കുന്ന മുഖമേ, ജീവിതത്തിൽ വലിയ കുഴികൾ നമുക്ക് വരും, ഗർത്തങ്ങൾ. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം ആഴം കുറയ്ക്കാറില്ല. ചില കച്ചിത്തുരുമ്പുകൾ ഇട്ട് തരാറുണ്ട്, അല്ലേ? ശരിയാണെങ്കിൽ ഒന്ന് തലകുലുക്കിക്കോളൂ, ഒന്ന് ധ്യാനിച്ചിട്ട്. പലപ്പോഴും ആഴം കുറയാറില്ല, ചില കച്ചിത്തുരുമ്പുകൾ ഇട്ട് തരാറില്ലേ? ജീവിതത്തിൽ നാം ചാടിക്കടക്കേണ്ട മതിലുകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ. ആ മതിലിങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഒരു മതിലിന്റെ ഉയരം കുറയാറില്ല. എന്നാൽ നമ്മുടെ ദൈവം ചില ഗോവണികൾ ചാരിത്തരാറുണ്ട്, ഇല്ലേ? ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പലപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മതിലുകളുടെ ഉയരം കുറയാറില്ല, ചില ഗോവണികൾ ചാരിത്തരാറുണ്ട്. നാം നടക്കേണ്ട ദൂരം കുറയാറില്ല. ഉണ്ടോ? പലപ്പോഴും കുറയില്ല, പിന്നെയും കടക്കുക ബാക്കി. പക്ഷേ പാദങ്ങളുടെ ബലം കൂട്ടാറില്ലേ ദൈവം? ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറ ഇന്ന് ഇവിടെ ഇരുന്നിട്ട്. പലപ്പോഴും നാം ചുമക്കേണ്ട ഭാരം കുറയാറില്ല, പക്ഷെ ചുമലിന്റെ ബലം കൂടാറില്ലേ സ്നേഹിത? അതാലോചിച്ചേ. നമ്മൾ മറ്റേത് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ചുമലിന്റെ ബലം കൂടാറില്ലേ? ഭാരം കുറയാതിരിക്കുമ്പോഴും വേദനകൾ കുറയുന്നല്ലോ, ഒന്ന് മാറി വരുന്നു. പക്ഷേ നമ്മുടെ ചുമലിൽ ഒരു തലോടൽ അനുഭവപ്പെടാറില്ലേ? എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞെ, നീ ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞൊരു തലോടൽ. ഇതാണ് ദൈവം. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ 26 കൂട്ടം പ്രതിസന്ധി വന്നു. പക്ഷേ ദൈവം പറഞ്ഞത്, എൻ്റെ മക്കളെ, ശൂലം മാറ്റത്തില്ല, കൃപ കൂട്ടിത്തരാം. മനസ്സിലായില്ലേ? 26 കൂട്ടം പ്രതിസന്ധി, കഷ്ടത, ആപത്ത്, പട്ടിണി, ഉപദ്രവം, നഗ്നത, വാള് എത്രമാത്രം വന്നപ്പോഴും എൻ്റെ കൃപ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, എൻ്റെ കൃപ നിനക്ക് മതി, ശൂലം മാറ്റില്ല, കൃപ കൂട്ടിത്തരാം. ഇന്ന് പരിമല പുണ്യവാന്റെ ഖബറിങ്കൽ പ്രാർത്ഥിക്കാൻ വന്ന എൻ്റെ ദൈവജനമേ, പുണ്യവാൻ പറഞ്ഞു വിടുന്നു, സ്വർഗത്തിലെ അപ്പൻ പറഞ്ഞു വിടുന്നു, മക്കളെ, നിന്റെ ഭാരം ചിലപ്പോ പെട്ടെന്ന് കുറയില്ല, പക്ഷെ നിനക്ക് കൃപ കൂട്ടിത്തരാം. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ, അനുഭവിക്കാനുള്ള, സഹിക്കാനുള്ള ബലം തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകുമോ? പെസഹ രാത്രിയിൽ സംഭവിച്ചതെന്താ? അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ. അത് മതി നമുക്ക്, ഒരു ബോണസാണത്. രക്തം വിയർക്കുന്ന ആ രാത്രിയിൽ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ. മുന്നിലൊരു ചുവടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. മനസ്സിലായോ? ഒരു ചുവട് വയ്ക്കാൻ മാത്രം ഇട കാണുന്നു ഞാൻ, ആയത് മതി എനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. പ്രിയപ്പെട്ടവരെ, ഒന്ന് എഴുന്നേൽക്കുമോ? ബർത്തിമായി യേശുവിനെ കണ്ട നിമിഷമില്ലേ കുരുടൻ? എരിഹോവിൽ കൂടെ കടന്നു പോകുന്ന കർത്താവിനെ കാണാൻ അനേകർ തിങ്ങിക്കൂടിയിരുന്നപ്പോൾ ഒരു പുതപ്പും പുതച്ച്, ഒരു മുഷിഞ്ഞ പുതപ്പും പുതച്ച്, തൻ്റെ ഓട്ടപാത്രത്തിലെ ചില്ലറ കിലുക്കവുമായി അവിടെ ഇരുന്ന ബർത്തിമായി യേശുവിനെ കണ്ടപ്പോ ഏവൻഗേലിയോസ്തൻ എഴുതി വച്ചിരിക്കുന്ന, സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഹി സ്പ്രാങ് അപ്പ് ആൻഡ് ഫോളോ ജീസസ്. അവൻ എഴുന്നേറ്റു എന്നല്ല, ഹി റിമൂവ് ഹിസ് കോക്ക്. അവന്റെ പുതപ്പ് വിട്ടുകളഞ്ഞു. എരിഹോവിന്റെ വഴിയിലിരുന്ന് ചെളി പിടിച്ച പുതപ്പ്, പാപത്തിന്റെ കരിമ്പടം ഉപേക്ഷിച്ചു. ഹി റിമൂവ് ഹിസ് കോക്ക്, ഹി സ്പ്രാങ് അപ്പ്. അവൻ ചാടി എഴുന്നേറ്റു. അങ്ങനെയാണ് ആ വാക്കിന്റെ അർത്ഥം.
ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അവൻ എഴുന്നേറ്റു എന്നല്ല, ഹി സ്പ്രാങ് അപ്പ്, അവൻ ചാടി എഴുന്നേറ്റു, യേശുവിനെ അനുഗമിച്ചു. ഇന്ന് പകൽക്കാലം ഏലിയാവിനോട് ചോദിക്കുന്നു, ഒന്നെഴുന്നേൽക്കുമോ, ഒന്നെഴുന്നേൽക്കാമോ? വിഷാദത്തിൽ വീണുപോയ ജീവിതമേ, ഒത്തിരി വേദനകളും സങ്കടങ്ങളും ഉള്ള ജീവിതമേ, ഒന്നെഴുന്നേൽക്കാമോ എന്നുള്ള ഏലിയാവിനോടുള്ള ചോദ്യം. ഒന്നാമത്തെ ചിന്ത ഞാൻ ഏതാണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. വിഷാദത്തിൽ നിന്ന് ജീവിതത്തിലേക്ക്, വിജയത്തിലേക്ക്, ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 3 D. ഈ അനുഭവങ്ങളിൽ നിന്ന് ഒന്നെഴുന്നേൽക്കുമോ? 2, ഇന്ന് പകൽക്കാലം വേദപുസ്തകം ഉയർത്തുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഒന്നെഴുന്നേൽക്കുമോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം, അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യം. അതിങ്ങനെയാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് പുലരിയിലേക്ക്, ഫ്രം ഡാർക്ക്നെസ് ടു സൺറൈസ്. ഇരുട്ട് കട്ട പിടിച്ചൊരു ജീവിതമാണ് ഈ കാലം. ചുറ്റും ഇരുട്ടാണെന്ന് പരിഭവിക്കുന്നവരെത്രയോ പേർ. പക്ഷെ പ്രവാചകൻ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്ക. പ്രകാശം സ്വീകരിക്കാന്നല്ല, നമ്മിലൊരു പ്രകാശമുണ്ട്, നാം അത് കാണാതെ പോകുന്നു. വേദപുസ്തകത്തിന്റെ ആദ്യ താൾ നമുക്കറിയാവുന്നതാണ്, അല്ലേ? ദൈവം പ്രകാശം സൃഷ്ടിച്ചത് എത്രാം ദിവസമാണ്? 1-ാം ദിനം ദൈവം ലെറ്റ് ദേർ ബി ദ ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ, ഉണ്ടായി, അറിയാം, സൂര്യനും ചന്ദ്രനും. എന്നാൽ 4-ാം ദിനത്തിലാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത്. 1-ാം ദിനത്തിൽ പ്രകാശവും സൃഷ്ടിച്ചു. എൻ്റെ ബുദ്ധി എനിക്ക് മനസ്സിലാക്കി തരുന്നില്ല, ദൈവം എങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും ഉണ്ടാകുന്നതിന് മുമ്പ് പ്രകാശം ഉണ്ടായത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, 4-ാം ദിനത്തിലെ വെട്ടത്തെ ക്രിയേറ്റഡ് ലൈറ്റ് എന്ന് വിളിക്കും, സൃഷ്ടിക്കപ്പെട്ട പ്രകാശം. നമ്മളൊക്കെ അതിലാണ് അഭിരമിക്കുന്നത്. ഈ വെട്ടം ക്രിയേറ്റഡ് ആണ്, 4-ാം ദിനത്തിലെ വെട്ടമാണ്. നിങ്ങൾ ഈ പള്ളിമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആകാശം നഭസിലെ സൂര്യൻ 4-ാം ദിനത്തിലെ വെട്ടമാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒരു സ്വിച്ച് ഇടുമ്പോൾ 4-ാം ദിനത്തിലെ വെട്ടമാണ്. ചുറ്റും കാണുമ്പോൾ പള്ളിപ്പെരുന്നാൾ അലങ്കരിക്കുന്നത് 4-ാം ദിനത്തിലെ വെട്ടമാണ്. നമ്മുടെ മൊബൈലിൽ നാം കാണുന്നത് ആ ചെറിയ നീല വെളിച്ചം 4-ാം ദിനത്തിലെ വെട്ടമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ മറ്റൊരു വെട്ടമുണ്ട്, 1-ാം ദിനത്തിലെ വെട്ടം. 4-ാം ദിനത്തിലെ വെട്ടം എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ലൈറ്റ് ആണ്. 1-ാം ദിനത്തിലാണ് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത്. 4-ാം ദിനത്തിലാകട്ടെ സൂര്യനെയും ചന്ദ്രനെയും. അപ്പൊ ഈ 1-ാം ദിനത്തിലെ വെട്ടത്തെ ഒരു പേര് വിളിക്കും, ബീയിങ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഉണ്മ എന്നാണ് വിളിക്കുക. നമ്മിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് അറിയില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്ക. ദനഹ പെരുന്നാളിൽ, ഉദയത്തിന്റെ പെരുന്നാളാണല്ലോ, ഫെസ്റ്റിവൽ ഓഫ് ദനഹ എന്ന് പറയുന്നത് ഉദയത്തിന്റെ പെരുന്നാളാണ്, പ്രകാശത്തിന്റെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് ആണ്, പ്രകാശത്തിന്റെ പെരുന്നാളാണ്. ദനഹ പെരുന്നാളിന്റെ സദറ ഇങ്ങനെയാണ്, രാവിലെ സർവവും പ്രകാശത്താൽ നിറയേണ്ടതിന് ദൈവം പ്രകാശം മുതൽ സൃഷ്ടി ആരംഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇരുള് വീഴുന്നു? നാം എന്തുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടിലേക്ക് വീണു പോകുന്നു, വിഷാദത്തിലേക്ക് വീണു പോകുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ, എന്തെന്നറിയാമോ? നാം ഈ 4-ാം ദിനത്തിലെ വെട്ടത്തിലാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്. ബിഥോവൻ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ടല്ലോ, വലിയ സംഗീതജ്ഞനാണ്, സംഗീതത്തിന്റെ നെറുകയിലെത്തിയ മനുഷ്യനാണ്. ഹെലൻ കെല്ലറെ അറിയത്തില്ലേ? കണ്ണിൽ ഇരുട്ടുമൂടിയ ഒരുപാട് അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ബിഥോവന്റെ ജീവിതത്തിൽ കേൾവിശക്തിയില്ല. അങ്ങനെ ഒരുപാട് കുറവുകളുള്ള മനുഷ്യരുണ്ട്. പക്ഷെ സംഗീതത്തിന്റെ നെറുകയിലെത്തിയ ബിഥോവൻ പറയുന്ന ഒരു വാചകമുണ്ട്, ഐ വിൽ ടേക്ക് മൈ ലൈഫ് ബൈ ത്രോട്ട്. എൻ്റെ ജീവിതത്തെ ഞാൻ എൻ്റെ കണ്ഠനാളം കൊണ്ട് വീണ്ടെടുത്തു. എൻ്റെ ജീവിതത്തെ ഞാൻ എൻ്റെ കണ്ഠനാളം കൊണ്ട് വീണ്ടെടുത്തു. ഐ വിൽ ടേക്ക് മൈ ലൈഫ് ബൈ ത്രോട്ട്. പെട്ടെന്ന് ഇരുട്ടുമൂടിപ്പോകുന്ന ജീവിതം, പെട്ടെന്ന് നശിച്ചു പോകുന്ന ജീവിതം. ഇയ്യോബിന്റെ ജീവിതത്തിൽ മൊത്തം ഇരുട്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ശരീരത്തിൽ സോറിയാസിസ് വരാത്ത ഒരു ഭാഗം പോലുമില്ല. പക്ഷെ ഇയ്യോബ് 1:22 ഒരു വചനമുണ്ട്,
ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ചുറ്റും ഇരുട്ട് മൂടുമ്പോഴും ഒന്നാം ദിനത്തിലെ വെട്ടത്തിൽ നിൽക്കാനൊക്കുമോ? നമുക്ക് പാടാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുക, എഴുന്നേറ്റു പ്രകാശിക്ക. മനോഹരമായൊരു പാട്ടുണ്ടല്ലോ, എഴുന്നേറ്റു പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേലുദിച്ചിരിക്കുന്നു. അതുകൊണ്ട് നാലാം ദിനത്തിലെ വെട്ടത്തിൽ നിന്ന് ഒന്നാം ദിനത്തിലെ വെട്ടത്തിലേക്ക് മടങ്ങുമോ? സൂര്യൻ നിത്യമല്ല, സൂര്യൻ ഇരുണ്ടുപോകും. നമുക്കറിയാലോ, സൂര്യപ്രകാശം അതിശക്തമാണ്. 8 മിനിറ്റ് 14 സെക്കൻഡ് കൊണ്ട് സൂര്യൻ പ്രകാശം ഭൂമിയിൽ എത്തിച്ചേരുന്നു. 8 മിനിറ്റ് 14 സെക്കൻഡ് കൊണ്ട് ഭൂമിയിൽ എത്തിച്ചേരും. ആ വെട്ടമാണ് വലുതെന്ന് നാം വിചാരിക്കുന്നു. ലോകത്തിന്റെ ആ വെട്ടത്തിൽ ജീവിക്കാൻ പാതിരാത്രിയിലും കെട്ടുപോകാത്തൊരു നീല വെളിച്ചത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാർ. കിടക്കക്കരികിൽ, തലക്കരികിൽ, ശിരസിനരികിൽ ഈ ലോകത്തിന്റെ വെട്ടത്തിൽ ജീവിക്കാമെന്ന് നാം വിചാരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു വെട്ടമുണ്ട്. മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകുമെന്നൊരു വചനമില്ലേ? ഒരു മനുഷ്യൻ അങ്ങനെ സഞ്ചരിക്കാനൊക്കത്തില്ല പ്രകാശവേഗത്തിൽ. അങ്ങനെ സഞ്ചരിച്ചാൽ മാസ് വിൽ ടേൺ ഇൻടു എനർജി. പദാർത്ഥം ഊർജമായി മാറും. അങ്ങനെ വേഗത്തിൽ വരാനൊക്കത്തില്ല. പക്ഷേ യേശു ക്രിസ്തു പ്രകാശമായി വരുന്നൊരു ദിവസമുണ്ട്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങും പോലെ. പ്രകാശ വേഗത്തിൽ തമ്പുരാൻ വരുമെന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗത്തിൽ മനുഷ്യന് വരാനൊക്കത്തില്ല. പ്രകാശത്തിന്റെ വേഗം എന്ന് പറയുക, ഒരു സെക്കൻഡില് പ്രകാശവേഗം എന്ന് പറയുക 500 കിലോമീറ്റർ ഒക്കെയാണ്. ആ വേഗത്തിൽ കർത്താവ് വരുമെന്ന് വചനം പറയുന്നതിന്റെ അർത്ഥം ഒരു പ്രകാശമായി തന്നെ, മാസ് വിൽ ടേൺ ഇൻടു എനർജി. അങ്ങനെ സയൻസ് ചിന്തിച്ചാൽ അങ്ങനെ വരാം. മനുഷ്യനിലേക്ക് നിത്യപ്രകാശമായി വരുന്ന ഒരു ദൈവമുണ്ട്. ആ പ്രകാശത്തെ സ്വീകരിക്കുമോ? അതുകൊണ്ടാണ് യെശയ്യാവ് 60:19 പറയുന്നത്, ഇനി പകൽ നേരത്തെ നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നൊരു ചന്ദ്രനല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശം. ഈ ലോകത്തിന്റെ വെട്ടം അണഞ്ഞു പോകുമ്പോ വിഷമിക്കല്ലേ. ഏലിയാവ് 17-ന്റെ അപ്പത്തെ മറന്ന് 19-ാം അധ്യായത്തിലെ അപ്പത്തെ മറന്നതുപോലെ ഈ ലോകത്തിന്റെ വെട്ടം മറന്നാലും സ്വർഗത്തിലെ ദൈവം നിനക്ക് നിത്യപ്രകാശമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പാടുക, ആ നിത്യ വെളിച്ചത്തെ തേടി പാടുക, കുഞ്ഞാടതിൻ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. മനുഷ്യൻ പ്രകാശമായി മാറുന്ന ക്രിസ്തു എന്ന പ്രകാശത്തെ കാത്തിരിക്കുമോ? എഴുന്നേറ്റ് പ്രകാശിപ്പിക്കുക. കഠോപനിഷത്ത് പറയുന്നുണ്ട്, യെശയ്യാവ് 60:19 പറയുന്ന അതേ വാക്യം. യെശയ്യാവ് 60:19 പറയുന്നത് ഇങ്ങനെയാണ്, ഇനി പകൽ നേരത്തെ നിന്റെ വെളിച്ചം സൂര്യനല്ല, രാത്രി തരുന്നൊരു ചന്ദ്രനല്ല. ഉപനിഷത്ത് പറയും, ദ്യോതിപ്പതില്ലവിടെ സൂര്യൻ, ദ്യോതിപ്പതില്ലവിടെ ചന്ദ്രതാരകങ്ങൾ, ദ്യോതിപ്പതില്ലവിടെ വിദ്യുത്, പിന്നെയോ ഈ അഗ്നി. സൂര്യനും ചന്ദ്രനുമല്ല മറ്റൊരു പ്രകാശം. വചനം പറയുന്നത് പോലെ തന്നെയാണ് ഉപനിഷത്തുകൾ പറയുക, വേദങ്ങൾ പറയുക. ഒരു നിത്യപ്രകാശം കാത്തിരിക്കുന്നു. 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട് മോശയുടെ ജീവിതത്തെക്കുറിച്ച്, മോശ കൽപ്പലകൾ പ്രാപിച്ചതിനെ കുറിച്ച്. 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായൊരു പഴയ ചലച്ചിത്രമുണ്ട്. കണ്ടിട്ടുള്ളവരെന്നെ കേൾക്കുന്നുണ്ടാകും. മോശ കൽപ്പലകളുമായി സീനായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന വലിയൊരു രംഗം അഭ്രപാളികളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മോശ ഏറ്റവും അടുത്ത് നിന്ന് കണ്ട സിപ്പോറ, മോശയുടെ ഭാര്യ, താഴെ നിന്ന് പറയുന്നൊരു വാചകമുണ്ട് ആ സിനിമയിൽ, ഒരു ഡയലോഗുണ്ട്. അതിങ്ങനെയാണ്, ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ്. മോശയുടെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ട്, മോശയുടെ ശരീരം തിളങ്ങുന്നത് കണ്ട്, ദൈവത്തെ കൊണ്ട മോശ തന്നെ ഒരു പ്രകാശമായി ഒന്നാം ദിനത്തിൽ വെട്ടമായി മാറുന്നത് കണ്ട് പ്രിയ പത്നി സിപ്പോറ പറയുന്നുണ്ട്, ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ്. എൻ്റെ ഭർത്താവില്ലേ ആ മോശ, അയാളുടെ ദൈവത്തെ സത്യമായും കണ്ടിരിക്കുന്നു. നമ്മളിലൊക്കെ ഒരു പ്രകാശമുണ്ട്, പക്ഷെ നമ്മൾ ഇരുട്ടായി മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ കടന്നു പോവുക, ജീവിതത്തിൽ ഇങ്ങനെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്താ ബാക്കിയുള്ളത്? എനിക്ക് തോന്നാറുണ്ട്, നാം എന്താ ബാക്കി വെച്ചിട്ട് പോവുക? ഇസഹാക്കിനോട് ഏശാവ് ചോദിക്കുന്നുണ്ട്. ഇസഹാക്ക് വലിയ പ്രതാപിയായ മനുഷ്യനാണ്, സമ്പത്തുണ്ട്,
ആടുമാടുകളും ഒട്ടകങ്ങളും ഉണ്ട്. ബാക്കി വെച്ചേക്കുന്ന ഒത്തിരി പെട്ടിയിൽ ഒത്തിരി പ്രമാണങ്ങളും ആധാരങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അവസാനത്തെ മരണക്കിടക്കയിൽ ഏശാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ അപ്പ, നിന്റെ അനുഗ്രഹം മുഴുവൻ യാക്കോബിന് കൊടുത്തോ? ഒരു അനുഗ്രഹമെങ്കിലും എനിക്ക് ബാക്കി വെച്ചിട്ടില്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ ചോദിക്കുന്നൊരു പ്രകാശത്തിന്റെ അനുഗ്രഹമാണ്. എന്തെങ്കിലും സുഹൃതം ബാക്കി വെച്ചിട്ടുണ്ടോ? നീ ബാക്കി വെച്ച പ്രമാണത്തിന്റെ കോപ്പിയും ആധാരത്തിന്റെ കോപ്പിയും നമ്മൾ ഉണ്ടാക്കി വെച്ച കോൺക്രീറ്റ് കൂടാരങ്ങളും നമ്മുടെ മക്കൾക്ക് ഞാനും നിങ്ങളും ബാക്കി വെച്ചേക്കുന്ന ശേഷിപ്പുകളൊന്നും വേണ്ട. ഏശാവുമാർ ചോദിക്കാൻ പോകുന്നൊന്നാണ്, എൻ്റെ അപ്പ, എൻ്റെ അമ്മേ, എനിക്ക് എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ഉണ്ടോ തന്നിട്ട് പോകാൻ? എന്തെങ്കിലും പ്രകാശമുണ്ടോ തന്നിട്ട് പോകാൻ? ഒന്നുമില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ പെട്ടെന്ന് കടന്നു പോകും. എനിക്ക് തോന്നുന്നു 2 തരം ജീവിതമാണ് നമുക്കുള്ളത്. നമ്മൾ പണ്ട് ഈ ഓണത്തിനൊക്കെ, ഇപ്പോഴീ ഓണമൊക്കെ ചുരുങ്ങിപ്പോയപ്പോൾ, പണ്ടൊക്കെ ഓണത്തിനൊക്കെ നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ കൊച്ചു കളികളുണ്ട്. അതിലൊരു കളിയാണ് മിഠായി പെറുക്ക്, അല്ലേ? മിഠായി പെറുക്ക് നടത്താത്ത ആരും ഇവിടെ ഇരിപ്പില്ല. രണ്ടാമതൊരെണ്ണമുണ്ട്, എന്തെന്നറിയാം, ബലൂൺ ഫൈറ്റ്. ഒത്തിരി കളികളുണ്ട്. ബലൂൺ ഫൈറ്റ് നടത്തിയവർ ഇവിടെ ഉണ്ടാവും. ഇപ്പോഴും ഫൈറ്റ് നടത്തുന്നുണ്ട്, ബലൂൺ വച്ചല്ലെന്ന് മാത്രം. നമ്മുടെ ജീവിതം ഒന്നുകിൽ ബലൂൺ ഫൈറ്റ് പോലെയാണ്, അല്ലെങ്കിൽ മിഠായി പെറുക്ക് പോലെയാണ്. എന്താണ് ഈ ബലൂൺ ഫൈറ്റിന്റെ പ്രത്യേകത? ഒരു കളത്തിൽ 7-8 കുട്ടികളെ ഇറക്കി വിടും, അല്ലേ? എല്ലാവരുടെ കയ്യിലും ഓരോ ബലൂൺ വീർപ്പിച്ച് കൊടുക്കും. എന്നിട്ട് പറയുക, ഒരു വിസിലടിക്കുമ്പോൾ തുടങ്ങണം, മറ്റൊരു വിസിലടിക്കുമ്പോൾ നിർത്തണം. എന്താ പറയുക? നിങ്ങളുടെ ബലൂൺ പൊട്ടരുത്. അങ്ങനെ മാത്രമല്ലേ പറയുള്ളൂ. മറ്റേയാടെ പൊട്ടിക്കണമെന്ന് പറയുമോ? ഇല്ല. നിങ്ങളുടെ ബലൂൺ പൊട്ടാതെ നോക്കണം, ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം. എന്നിട്ട് നമ്മൾ 7-8 പേര് ഈ ബലൂണുമായിട്ട്, വീർപ്പിച്ച ബലൂണുമായിട്ട് ഇങ്ങനെ നിൽക്കും. അന്യനാണ് ടാർഗറ്റ്. നമ്മളിങ്ങനെ പൊക്കി നിന്നിട്ട് അവരെൻ്റെ തോളിൽ ചവിട്ടി കയറിയും ഇടിച്ചും വെട്ടി മറ്റേ ബലൂൺ ഇങ്ങനെ പൊട്ടിക്കും. പൊട്ടിച്ച് 1 മിനിറ്റ് കഴിയുമ്പോൾ വിസിലടിക്കും. വെട്ടിപ്പിടിച്ചും തട്ടിപ്പറിച്ചും കെട്ടിപ്പടുത്തും 1 മിനിറ്റ്. ഒരു ഫൈനൽ വിസിലുണ്ട്. ഫൈനൽ വിസിലടിക്കുമ്പോൾ ഒരാളുടെ കയ്യിൽ മാത്രം ഒരു ബലൂൺ അവശേഷിക്കും. വർണ്ണാഭമായ ഈ ബലൂൺ ഫൈറ്റിന്റെ കളം അരങ്ങൊഴിയുമ്പോൾ ഈ കളത്തിൽ നിൽക്കുന്നവരെല്ലാം കിതച്ചും കൊണ്ട് കളം വിടും. ക്ഷീണിച്ച് കിതച്ചും കൊണ്ട് ഒരാളുടെ കയ്യിലോ മറ്റോ മാത്രം ഒരു ബലൂൺ അവശേഷിക്കും. എല്ലാവരും ക്ഷീണിച്ച് കളം വിടും. ആ മത്സരം തുടങ്ങുമ്പോൾ ഈ കളത്തിനകത്ത് എന്തു വർണ്ണ പകിട്ടായിരുന്നു. പല നിറങ്ങളിലുള്ള 10-15 ബലൂണുകളുമായി കുറെ പേർ. 1 മിനിറ്റ് കഴിഞ്ഞ് വിസിലടിക്കുമ്പോൾ എല്ലാം പൊട്ടിപ്പറഞ്ഞ് കിതച്ചും ചവിട്ടിയും നശിപ്പിച്ചും ആ കളം നശിച്ചിരിക്കുന്നു. ആധുനിക മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ്? റെബേക്കായുടെ ഗർഭപാത്രം പോലെ ഏശാവും യാക്കോബും തമ്മിൽ ഒടുക്കത്തെ അടിയാണ്. ലോകത്തിലെ ആദ്യത്തെ ബലൂൺ ഫൈറ്റ് റിംഗ് ആണ് റെബേക്കായുടെ ഗർഭപാത്രം. ചേട്ടനും അനിയും കൂടെ ഒടുക്കത്തെ അടിയാണ്. ലോകത്തിലെ ആദ്യത്തെ ബോക്സിംഗ് റിംഗ് ആണ് റെബേക്കായുടെ ഗർഭപാത്രം, അല്ലേ? ഇങ്ങനെയാണ് ജീവിക്കുക. ഇന്ന് നമ്മൾ ഇങ്ങനെയാ ജീവിക്കുക. എങ്ങനെയും എനിക്ക് ജീവിക്കണം, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതമെന്ന് പണ്ട് ചങ്ങമ്പുഴ പാടിയതുപോലെ. എന്നാൽ ഓണത്തിന് മറ്റൊരു കളിയുണ്ട്, ഓർമ്മയുണ്ടോ? മിഠായി പെറുക്ക്. കൊച്ചുകുട്ടികളുടെ മിഠായി പെറുക്ക്. 10-15 കുട്ടികളെ ഒരു കളത്തിലേക്ക് ഇറക്കി വിടും. 100 മിഠായികൾ വിതറും. അവരോടും പറയും, ഒരു വിസിലിന് തുടങ്ങണം, അടുത്ത വിസിലിന് നിർത്തണം. നിങ്ങൾ പരമാവധി മധുരം പെറുക്കി എടുക്കണം. കുഞ്ഞുങ്ങൾ അടുത്തയാളുടെ മിഠായി തട്ടിപ്പറിക്കുമോ? ഇല്ല. അവർക്ക് കിട്ടാവുന്ന പരമാവധി മിഠായി അവരിങ്ങനെ പെറുക്കി എടുക്കും. അവിടെ ചവിട്ടി വീഴ്ത്തലില്ല, തോളിൽ ചവിട്ടലില്ല, വെട്ടിപ്പിടിക്കലില്ല, പൊട്ടിത്തെറിക്കലില്ല. ഉണ്ടോ? പട്ടേന്നുള്ള പൊട്ടലുകളൊന്നും മിഠായി പെറുക്കിന്റെ റിങ്ങിൽ നിന്ന് കേൾക്കില്ല. മധുരം കൂട്ടി വെച്ചിട്ട് ഒരു വിസിലടിക്കുമ്പോൾ എല്ലാ കുട്ടികളും അവരവരുടെ കൈകളിലുള്ള മിഠായികൾ 2 കൈകൾ കൊണ്ടും റഫറിയുടെ മുന്നിലേക്ക് നീട്ടും. ഞാൻ ചോദിക്കട്ടെ, എന്ത് രസമാണ് ഈ കാഴ്ച? ഈ കുഞ്ഞുങ്ങൾ ഈ പെറുക്കിയ 10, 20, 25 മിഠായി കഴിക്കുമോ? ഇല്ല. ഒരു മിഠായും കഴിക്കില്ല. അടുത്ത റൗണ്ടിന് കൈമാറും. അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം.
ഈ മിഠായികളെല്ലാം അടുത്ത റൗണ്ടിന് കളിക്കാൻ കൈമാറി ആ കുഞ്ഞുങ്ങൾ കളമൊഴിയും. ദൈവം തമ്പുരാൻ നമ്മളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് മിഠായി വെറുക്ക് പോലെ ജീവിക്കാനാ. നിന്റെ ജീവിതത്തിൽ കൂട്ടിവെക്കുക, മധുരം കൂട്ടുക, അടുത്ത തലമുറയ്ക്ക് കൈമാറുക, കളമൊഴിയുക. എന്നെ കേൾക്കുന്ന പൊന്നു ചങ്ങാതി, ഒരു ഫൈനൽ വിസിൽ നമുക്കുണ്ട് കേട്ടോ. അടുത്ത പള്ളിമണി അടിക്കുന്നത്, ഇടവക പള്ളിയിലെ പള്ളിമണി അടിക്കുന്നത് നമുക്ക് വേണ്ടിയല്ലെന്ന് ആര് കണ്ടു? ആ തെക്കേപ്പുറത്തെ സെമിത്തേരിയിൽ അടുത്ത തൂമ്പാപ്പാട് വീഴുന്നത് നമുക്ക് വേണ്ടിയല്ലെന്ന് ആര് കണ്ടു? തൂമ്പ വീഴേണ്ട കാര്യമല്ല, 25 അടി ആഴത്തിൽ കുഴിച്ചിട്ടേക്കാണ്. അതുകൊണ്ട് തൂമ്പ ഇടേണ്ട കാര്യമില്ല, കെട്ടിയിട്ടേക്കാണ്. എങ്കിലും സഹോദര, മിഠായി വെറുക്ക് പോലെ മധുരം കൂട്ടിവെച്ച് അടുത്ത തലമുറയ്ക്ക് മധുരം കൈമാറി കളം വിടുമോ? നിന്റെ മക്കൾ, നിന്റെ തലമുറ, എന്റെ തലമുറ, ഏശാവുമാർ ചോദിക്കും, അപ്പാ ഞാൻ ചോദിക്കുന്നത് സമ്പത്തല്ല, ഞാൻ ചോദിക്കുന്നത് പ്രോസ്പെരിറ്റി അല്ല, അനുഗ്രഹങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? സുഹൃതങ്ങൾ ബാക്കിയുണ്ടോ എനിക്ക് കൈമാറി തന്നിട്ട് പോവാൻ? ബലൂൺ ഫൈറ്റ് പോലെയും ജീവിക്കാം, മിഠായി വെറുക്ക് പോലെയും ജീവിക്കാം. നമ്മൾ കളമൊഴിയുമ്പോ, അവസാനത്തെ വിസിൽ കഴിഞ്ഞ് കളമൊഴിയുമ്പോ അയാളുണ്ടായിരുന്നെങ്കിലെന്ന് നമ്മുടെ നാട്ടിൽ എത്ര പേര് പറയും? അവളുണ്ടായിരുന്നെങ്കിലെന്ന് നമ്മുടെ പരിസരങ്ങളിൽ എത്ര പേര് പറയും? ഹിസ്കിയാവും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഹിസ്കിയാവിന്റെ കിടക്കക്കരികിൽ മുഴങ്ങുന്നൊരു ചോദ്യം ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അതിങ്ങനെയാണ്: ഹിസ്കിയാവേ, നീ മരിക്കും, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, ഒന്ന് കറക്റ്റ് ചെയ്യുക, റീകറക്റ്റ് യുവർ ഹോം, റീകറക്റ്റ് യുവർ ലൈഫ്. ബുദ്ധന്റെ പ്രിയ ശിഷ്യൻ ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചു, ശ്രീബുദ്ധ, വെളിച്ചം എങ്ങനെയാണ് കിട്ടുക? ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, നീ തന്നെയാണ് നിന്റെ വെളിച്ചം. പണ്ട് വള്ളത്തോൾ പാടി, വെളിച്ചത്തെ കൊണ്ട് ഇരുട്ടുണ്ടാക്കുന്നു നമ്മൾ. ശരിയാണ്, ആവോളം വെളിച്ചം നമുക്ക് ദൈവം തന്നു. പക്ഷെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മുടെ വെളിച്ചത്തെ നാം തല്ലിക്കെടുത്തുക. പണ്ട് രാജ്യം ഭരിക്കുന്ന രാജാവ്, ഇവിടെയല്ല ഗ്രീസിലാണ്, ഒരു കുതിരയെ വാങ്ങി. ഒരു കുതിര, നല്ല തലയെടുപ്പുള്ള കുതിര. കുതിരയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു, കൊട്ടാരത്തിന്റെ മുറ്റത്ത് കെട്ടി. മെരുക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും കുതിര മെരുങ്ങുന്നില്ല. കൊട്ടാരത്തിലെ പ്രഗത്ഭരൊക്കെ നോക്കിയിട്ടും ഈ കുതിര അനുസരിക്കുന്നില്ല. അവസാനം അതുവഴി പോയ ഒരു കൊച്ചു പയ്യൻ ഈ കുതിരയുടെ അടുത്ത് ചെന്നു. ബാക്കിയുള്ളവരൊക്കെ മാറി നിന്നു. ഈ കൊച്ചു പയ്യൻ കുതിരയുടെ ചുറ്റും നടന്ന് എന്തൊക്കെയോ ചെയ്തു. കുതിര ശാന്തനായി, കുതിര വളരെ കാമായി. മറ്റുള്ളവർ ചോദിച്ചു, എടാ പയ്യനെ, എടാ കൊച്ചനെ, നീ എങ്ങനെയാണ് കുതിരയെ മെരുക്കിയത്? അപ്പൊ ഈ കുഞ്ഞു പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരു മിടുക്കനായ കൗമാരക്കാരനാണ്. ഒന്നുമില്ല, സിമ്പിൾ. നിങ്ങൾ കുതിരയെ സൂര്യനെതിരെയാണ് കെട്ടിയിരുന്നത്. സ്വന്തം നിഴല് കണ്ട് കുതിര വിറളി പിടിക്കുകയായിരുന്നു. ഞാൻ വളരെ ലളിതമായി ആ കുതിരയെ അഴിച്ച് സൂര്യനെ അഭിമുഖമായി കെട്ടി. ഈ കുട്ടിയാണ് പിൽക്കാലത്ത് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ആ കൊട്ടാരത്തിൽ വളർന്ന കുഞ്ഞ്, ഫിലിപ്പ് രാജാവിന്റെ മകൻ. ഒറ്റ കാര്യമേ ഉള്ളൂ, വെളിച്ചത്തിനെതിരെ നടക്കാതിരിക്കുക, വെളിച്ചത്തെ നിഷേധിക്കാതിരിക്കുക. വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യൻ 1578 പറഞ്ഞു, 100 വർഷം കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്ന നാമം പ്രപഞ്ചത്തിൽ കാണില്ല, ബൈബിൾ കാണില്ല. ഭയങ്കര ക്രിസ്തു വിരോധിയായിരുന്നു വോൾട്ടയർ. പുള്ളി മരിച്ചത് നരകത്തെയും പിശാചിനെയും കാണുന്നു എന്ന് പറഞ്ഞ് നരകിച്ച വോൾട്ടയറുടെ മരണക്കിടക്കയ്ക്ക് അരികെ നിന്ന സിസ്റ്റർ നഴ്സ് പിന്നീട് പറഞ്ഞു, ഈ ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവമില്ലാത്ത ഒരുത്തന്റെ മരണക്കിടക്കയ്ക്കരികെ ഇനി എന്നെ വിളിക്കരുത്. നിങ്ങൾക്കറിയാമോ, യേശു ഉണ്ടാവില്ല, യേശുവിന്റെ വചനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വോൾട്ടയർ മരിച്ചിട്ട് തമ്പുരാന്റെ തമാശ ഞാൻ പറയാം, സ്വർഗത്തിലെ അപ്പന്റെ തമാശ. കുറച്ച് വർഷം കഴിഞ്ഞപ്പോ, 100 വർഷം കഴിഞ്ഞപ്പോ, ആ വീട്, വോൾട്ടയർ താമസിച്ചിരുന്ന വീട്, ജനീവ ബൈബിൾ സൊസൈറ്റി
വാങ്ങി. ആ വീട് ബൈബിൾ അച്ചടിക്കുന്ന പ്രസ് തുടങ്ങി, പ്രിന്റിംഗ് പ്രസ്. ഇതാണ് ദൈവം. പരാക്രമികളുടെ അന്ത്യം. ദൈവത്തെ നിഷേധിച്ചവർ, വലിയ വെളിച്ചത്തെ നിഷേധിച്ചവർ. നെപ്പോളിയൻ ധീരനായി നടന്നു. വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ട് നടുക്കടലിൽ ഒഴുക്കപ്പെട്ടപ്പോൾ നെപ്പോളിയൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തുവിൽ മാത്രമാണ് പൂർണ്ണ സമാധാനം. ലോകത്തെ പരാക്രമികൾ, പല ഇസങ്ങളും ലോകത്തെ രക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. പക്ഷേ പ്ലേറ്റോ 50 വർഷം തത്വചിന്ത പഠിപ്പിച്ചു, സോക്രട്ടീസ് 40 വർഷം പഠിപ്പിച്ചു, അരിസ്റ്റോട്ടിൽ 40 വർഷം പഠിപ്പിച്ചു. എൻ്റെ പൊന്നു തമ്പുരാൻ 3.5 വർഷമേ പഠിപ്പിച്ചിട്ടുള്ളൂ. തത്വചിന്തകൾ എവിടെ? എൻ്റെ കർത്താവിൻ്റെ പ്രകാശം എവിടെ? വെളിച്ചത്തിനെതിരെ ആ വലിയ വെളിച്ചത്തെ നിഷേധിക്കല്ലേ. കോവിഡ് കാലത്ത് പലരും പറഞ്ഞു, ദൈവമില്ല, ദൈവം എവിടെ? യെരൂശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്നെ കേൾക്കുന്നവർക്കറിയാം. അവർ വാടിയ മുഖമുള്ളവരായിരുന്നു. കാരണം ഒരു വലിയ വെളിച്ചത്തിനെതിരെയാണ് അവർ നടന്നുപോയത്. എന്നാൽ യേശുവിനെ കണ്ട വൈകുന്നേരം അവർ തിരിച്ച് ഒരു യൂ-ടേൺ എടുത്ത് യെരൂശലേമിലേക്ക് തിരിച്ചുപോയി. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നൊരു വാക്യമുണ്ട്, അവർ യെരൂശലേമിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. എമ്മാവൂസിന്റെ അസ്തമന സൂര്യനെ സാക്ഷി നിർത്തി വാടിയ മുഖമുള്ളവർ ക്രിസ്തുവിനെ നിഷേധിച്ചപ്പോൾ, വെളിച്ചത്തിനെതിരെ നടന്നവർ വെളിച്ചത്തിന് അഭിമുഖമായി നടന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. അവരുടെ ജീവിതത്തിൽ വലിയ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, 2 ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന് ഏലിയാവിന്റെ ജീവിതത്തോടാണ്. ഒന്ന് എഴുന്നേൽക്കുമോ? ഫ്രം ഡിപ്രഷൻ ടു ഡെസ്റ്റിനേഷൻ. 17-ാം അധ്യായത്തിലെ അടമറന്നിട്ട് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച മനുഷ്യർ ചരിത്രത്തിൽ ഒത്തിരി പേരുണ്ട്. വലിയ മനുഷ്യരൊക്കെ മരിച്ചാൽ മതി. ഏണസ്റ്റ് ഹെമിംഗ്വേ, പീലാത്തോസ്, നീറോ ചക്രവർത്തി, മാർക്ക് ആന്റണി, എത്രയോ വലിയ മനുഷ്യർ, അഡോൾഫ് ഹിറ്റ്ലർ, എത്ര മനുഷ്യർ, വലിയ മനുഷ്യരൊക്കെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, ആത്മഹത്യയിൽ അഭയം കണ്ടെത്തി. അവരൊക്കെ ലോകത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ ശ്രമിച്ചവരാ. മലയാളത്തിൽ എത്രയോ പേർ, ഇടപ്പള്ളി രാഘവൻ പിള്ളയൊക്കെ പ്രണയത്തെക്കുറിച്ച് മാത്രം കവിത എഴുതിയവരാണ്. പക്ഷെ അദ്ദേഹം അവസാനം ഒരു രാത്രി 1 മണിക്ക് കുളിച്ച് ഈറനൊടുത്ത് വെള്ളമുണ്ടും കസവ് കരയൻ ഉടുപ്പമിട്ട് പൂമാല അണിഞ്ഞുകൊണ്ട് രാത്രി 1 മണിക്ക് ആത്മഹത്യ ചെയ്തു ആ കവി. അങ്ങനെ ചരിത്രത്തിലെ മഹാരഥന്മാർ 4-ാം ദിനത്തിലെ വെട്ടത്തിൽ ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷെ പരാക്രമികളൊക്കെ നഷ്ടപ്പെട്ടു പോയവരുടെ ജീവിതം. പ്രസിദ്ധനായ സീസറും ഹോമറും സിസ്റ്റർ മേരി ബെനീറ്റിയുടെ കവിത മനസ്സിലേക്ക് ഇങ്ങനെ തുളുമ്പി വരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പാടുന്നില്ല. പരാക്രമികളൊക്കെ എവിടെ പോയി മറഞ്ഞു? എന്നാൽ 4-ാം ദിനത്തിലെ വെട്ടത്തിൽ മാത്രം ജീവിച്ച പല ജീവിതങ്ങളും ഇരുന്നു പോയി. 4-ാം ദിനം ക്രിയേറ്റഡ് ലൈറ്റാണ്, സൂര്യനും ചന്ദ്രനും ഉണ്ടായ. എന്നാൽ വെളിച്ചമുണ്ടാകട്ടെ, ലെറ്റ് ദേർ ബി ദ ലൈറ്റ് എന്ന് സ്വർഗം വിളിച്ചു പറഞ്ഞ 1-ാം ദിവസമുണ്ട്. അത് ബീയിങ് ഓഫ് ഗോഡാണ്, ദൈവത്തിന്റെ ഉണ്മ. ഉള്ളിലൊരു വെട്ടമുണ്ടെങ്കിൽ, ഉള്ളിലെ പ്രകാശത്തിൽ, പരിശുദ്ധാത്മ പ്രകാശത്തിൽ ജീവിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഉറങ്ങിയ ജീവിതങ്ങളോടാണ് ഈ പകൽക്കാലം ചോദിക്കുന്നത്. ഇരുന്നുപോയ ജീവിതങ്ങളോടാണ്, വീണുപോയ ജീവിതങ്ങളോടാണ് ചോദിക്കുന്നത്. ഒന്ന് എഴുന്നേൽക്കുമോ? അബ്രഹാം ഉറങ്ങിയപ്പോൾ എഴുന്നേറ്റു. നമുക്കറിയാം, ഞാൻ ആദ്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ഏറ്റുപറയാം, ദൈവമേ, സൂര്യനല്ല, എൻ്റെ വെളിച്ചം ചന്ദ്രനല്ല, എൻ്റെ ഉള്ളിലൊരു നിത്യപ്രകാശമുണ്ട്. അത് സ്വർഗം തരുന്ന പ്രകാശമാണ്, അത് ദൈവം തരുന്ന പ്രകാശമാണ്, അവനവനിൽ തന്നെയുള്ള പ്രകാശമാണ്. അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭാരതം വിചാരിച്ചു ഇനി എന്നും നട്ടുച്ചയും പുലരിയുമാണെന്ന്. പക്ഷെ ഇപ്പോൾ ഇരുട്ടുമൂടിയ ഒരു ചക്രവാളമാണ് ഭാരതത്തിന്റെ ആകാശസീമകളിൽ കാണുന്നത്. ലോകം മുഴുവൻ കാണുന്നത് അത് തന്നെയാണ്. യെരൂശലേമല്ല, എമ്മവൂസായി മാറിപ്പോയ ഇരുളുമൂടിയ വാനം നാം നമ്മുടെ പരിസരങ്ങളിൽ കാണുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുമോ എന്ന് വചനം ചോദിക്കുന്നു. മോശയെ നോക്കി സിപ്പോറ പറഞ്ഞതുപോലെ, ഹി ഹാസ് റിയലി സീൻ ഹിസ് ഗോഡ് എന്ന് പറഞ്ഞതുപോലെ, എൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തെ സത്യമായും കണ്ടു, അതാണ് ആ പ്രകാശമെന്ന് പറഞ്ഞതുപോലെ, നമ്മളെ നോക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ തലമുറകൾക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ ജീവിതങ്ങൾക്ക്, നമ്മുടെ പരിസരങ്ങൾക്ക് പറയാൻ കഴിയുമോ? പൗലോസ് അപ്പോസ്തലനെ ബലപ്പെടുത്തിയൊരു ദൈവ സാന്നിധ്യമുണ്ട്. 26 കൂട്ടം വന്നപ്പോഴും എൻ്റെ കൃപ നിനക്ക് മതി. മക്കളെ, നിന്റെ ശൂലം കുറയില്ല, നിന്റെ ശൂലം മാറില്ല.
എൻ്റെ കൃപ കൂട്ടിത്തരാമെന്ന് പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് അനുഭവിപ്പാൻ്റെ കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് അനുഭവിപ്പാൻ്റെ കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. വേദപുസ്തകത്തിലെ അവസാനത്തെ ഗ്രന്ഥം വെളിപ്പാട് പുസ്തകമല്ലേ? ഇരുളുമൂടിയൊരു അന്തരീക്ഷത്തിൽ യോഹന്നാൻ ശ്ലീഹ ജീവിക്കുന്നുണ്ട്. ചുറ്റും അദ്ദേഹം പാറ പൊട്ടിക്കുന്ന പണിയിലേക്കാണ് പത്മോസ് ദ്വീപിൽ വീണുപോയതെന്നാണ് പറയുക. ചുറ്റും നോക്കത്താ ദൂരത്തോളം ഇരമ്പുന്ന കടൽ തിരമാലകൾ മാത്രം. ഏകനായി പത്മോസ് ദ്വീപിൽ വഴിയടഞ്ഞു വാതിലടഞ്ഞു നിൽക്കുന്ന യോഹന്നാൻ വിളിച്ചു പറയുന്ന ഒരു വാക്യമുണ്ട്: ഇതാ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. അതാർക്കും അടച്ചുകൂടാ. ചുറ്റും ഇരുട്ട് മൂടുമ്പോഴും ഒരു വാതിൽ കാണാൻ കഴിയുന്നതാണ് 1-ാം ദിനത്തിലെ വെട്ടം. കണ്ടാലും ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ചുറ്റും ഇരുട്ട് മൂടുമ്പോഴും ആ ദ്വീപിൽ ഏകനായി വഴിയടഞ്ഞു വാതിലടഞ്ഞ് ജീവിതം അവസാനിച്ചു എന്ന് തോന്നുമ്പോഴും ഒരു തുറക്കപ്പെട്ട വാതിൽ കാണുന്നതാണ്. ഞാൻ മുമ്പേ പാടിയതുപോലെ, മുന്നിലൊരു ചുവടു വയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ. ഒരു ചുവട് വയ്ക്കാൻ മാത്രമുള്ള വെട്ടമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ആയതു മതിയെനിക്ക്, ശേഷമെല്ലാം ദൈവഹിതം. പണ്ട് KV സൈമൺ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു പാട്ടെഴുത്തുകാരൻ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ സമകാലീനനായി ജീവിച്ച കാലത്ത് എഴുതിയ പാട്ടാണ്. മുന്നിൽ ഒരു ചുവട് വയ്പാൻ മാത്രം ഇട കാണുന്നു ഞാൻ, അത് മതി. ഫിലിപ്പ് ഡോട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു. 48-ാമത്തെ വയസ്സിൽ ക്ഷയരോഗിയായി മരിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും നല്ലൊരു കവിയായിരുന്നു, ഭക്തനായ മനുഷ്യൻ. 20കളിൽ അദ്ദേഹത്തിന് ക്ഷയരോഗം തുടങ്ങി. ചുമച്ചും കുരച്ചും ചോരതുപ്പിയും കഫത്തിലും ചോരയിലും ജീവിച്ച ആ മനുഷ്യൻ 48 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ ക്രിസ്തുവിനെ നോക്കി പാടി. 250 വർഷം കഴിഞ്ഞിട്ടും ആ പാട്ട് ഇപ്പോഴും ഉണ്ട്. അന്ന് അദ്ദേഹം ക്ഷയരോഗിയായി എഴുതി വെച്ച വരികൾ ഇന്നും ജീവിക്കുന്നുണ്ട്. മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഒരിടതടവില്ലാതെ ചുമച്ചുകൊണ്ടിരിക്കുമ്പോഴും വിറയാർന്ന കരങ്ങൾ കൊണ്ട് ആ മനുഷ്യൻ എഴുതി വെച്ചു: ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. ആ പാട്ട് നിങ്ങൾക്കറിയാവുന്നതാണ് അല്ലേ? എന്റെ രക്ഷകാ എൻ ദൈവമേ, നിന്നീലായ നാൾ ഭാഗ്യമേ, എന്നുള്ളത്തിൻ സന്തോഷത്തെ നിത്യവും ഞാൻ കീർത്തിച്ചിടട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിത, എൻ്റെ പൊന്നു സുഹൃത്തെ, 48 വയസ്സിൽ ക്ഷയരോഗിയായി മരിക്കുമ്പോൾ, ഇടതടവില്ലാതെ ചുമയ്ക്കുമ്പോൾ, പുറത്തെ വെട്ടത്തിലല്ല അകത്ത വെട്ടത്തിൽ അദ്ദേഹം എഴുതി വെച്ചു: ഇത് ഭാഗ്യനാൾ, ഇത് ഭാഗ്യനാൾ. ഇന്ന് ഈ പകൽ ഈ ദേവാലയത്തിലും ഓൺലൈനിലുമൊക്കെ ഈ ഉള്ളവൻ്റെ ചിന്തകൾ വിശുദ്ധ വചനത്തിൽ നിന്ന് ഈ വെട്ടത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്ന് പറയാൻ കഴിയണം. എഴുന്നേറ്റ് ഈ സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ പാടിക്കൊണ്ട്, പരുമലയുടെ മണ്ണിനെ ചവിട്ടി പാടിക്കൊണ്ട് കടന്നു പോകണം: ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഏത് വേദന വന്നാലും, ഏത് ഭാരം വന്നാലും, എൻ്റെ ചങ്ക് പൊടിയുമ്പോൾ, എൻ്റെ കണ്ണ് നിറയുമ്പോൾ, എൻ്റെ സങ്കടങ്ങൾ തിരമാലകൾ പോലെ ആഞ്ഞടിച്ചാലും, ജീവനുള്ള ഒരു ദൈവം എനിക്ക് ജീവിക്കുന്നത് കൊണ്ട്, ഏലിയാവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചൊരു അപ്പമുണ്ടായത് കൊണ്ട്, 1-ാം ദിനത്തിലെ വെട്ടവനിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കൊണ്ട്, ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.